നിന്റെ വീട്ടിലിപ്പോൾ നിന്റെ ഭർത്താവുണ്ടോ? മീരയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് മനു അവളുടെ റിപ്ലൈ കാത്തിരുന്നു. പവിയേട്ടൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുകയാണ്. ചേട്ടൻ പോയിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. അപ്പോൾ നീ വീട്ടിൽ വന്നാൽ മതി. ഞാൻ അടുക്കള വാതിൽ തുറന്നിട്ടേക്കാം. അതുവഴി ശബ്ദം ഉണ്ടാക്കാതെ വേണം നീ അകത്തേക്ക് കയറാൻ. മീരയുടെ മെസ്സേജ് കണ്ടപ്പോൾ മനുവിന് അടിമുടി കുളിർന്നു. കോളേജ് കാലത്ത് ഒരുമിച്ച് പഠിച്ചവരാണ് മീരയും മനുവും. കോളേജ് റീയൂണിയൻ സമയത്താണ് അവർ വീണ്ടും കാണുകയും ബന്ധം പുതുക്കുകയും ചെയ്തത്. സെക്സിന് തീരെ താല്പര്യമില്ലാത്ത പവിത്രനെ കിട്ടിയതോടെ ജീവിതം കോഞ്ഞാട്ടയായെന്ന് കരുതി സങ്കടപ്പെട്ട് കഴിയുമ്പോഴാണ് മീരയ്ക്ക് കോളേജ് യൂണിയനിലൂടെ മനുവിനെ കിട്ടിയത്. കോളേജ് കാലത്ത് കുറേ പ്രണയിച്ച് നടന്നവരാണ് അവർ. എന്നാൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടനെ ഗവൺമെൻറ് ജോലിക്കാരനായ പവിത്രൻ്റെ ആലോചന വന്നപ്പോൾ മീരയുടെ വീട്ടുകാർ അവളെ അവന് കെട്ടിച്ചു കൊടുത്തു. അതോടെ മീര തേപ്പുകാരിയായി. വർഷങ്ങൾ കുറേ കഴിഞ്ഞുവെങ്കിലും പവിത്രൻ്റെ തകരാറ് കാരണം അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. മനു വേറെ കല്യാണം കഴിച്ച ഭാര്യയും കുഞ്ഞുമായി ജീവിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഭാര്യയ്ക്കും പ്രസവത്തോടെ സെക്സിലുള്ള താല്പര്യം കുറഞ്ഞുപോയി. അങ്ങനെ തുല്യ ദുഃഖിതരായ രണ്ടുപേരും ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ചേർന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ക്യാൻറ്റീൻ്റെ മറവിലും മരത്തണലിലും ആളൊഴിഞ്ഞ ക്ലാസ് റൂമുകളിലും അവർ പരസ്പരം ഹൃദയം കൈമാറിയിട്ടുണ്ട്. വീണ്ടും തങ്ങളുടെ പ്രണയകാലം പൊടി തട്ടിയെടുത്തപ്പോൾ ഇരുവർക്കും പരസ്പരം ശരീരം കൊണ്ട് അറിയാൻ ആഗ്രഹം തോന്നി. അതുവരെ മെസ്സേജ് മാത്രമേ അവർ സെക്സ് ചാറ്റ് ചെയ്തിരുന്നുള്ളൂ. മുൻപ് 2-3 തവണ അവൻ അവളുടെ വീട്ടിൽ രാത്രി കയറാൻ വന്നുവെങ്കിലും അവസരം ഒത്തുവരാതെ നിരാശയോടെ മനുവിന് തിരിച്ചു പോകേണ്ടി വന്നു. എന്നാൽ ഇന്ന് 100% കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു മനുവും മീരയും. രണ്ടുപേരും പരസ്പരം അത്രയ്ക്ക് കൊതിക്കുന്നുണ്ട്. പവിത്രൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതും മീര അടുക്കള വാതിൽ തുറന്നിട്ട് വീടിനുള്ളിൽ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ബെഡ്റൂമിൽ പോയി കിടന്നു. മനു, ചേട്ടൻ പോയി. നീ പുറകിലെ വാതിൽ വഴി അകത്ത് കയറിപ്പോരെ. പിന്നെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വാതിലടച്ച് കുറ്റിയിടാൻ മറക്കണ്ട. അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വെയിറ്റ് ചെയ്തിരുന്ന മനു അവളുടെ മെസ്സേജ് കണ്ടതും തുള്ളിച്ചാടി. അവൻ വേഗം മതിൽ ചാടിക്കടന്ന് ഇരുട്ടത്ത് കൂടി തപ്പിത്തടഞ്ഞ് അടുക്കള വാതിൽ വഴി അകത്ത് കയറി ആ വാതിലടച്ച് കുറ്റിയിട്ടു. ബെഡ്റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ അടുക്കളയിൽ നിന്നും കൃത്യമായി ബെഡ്റൂമിലെത്തി. വെളുത്ത നിശാവസ്ത്രത്തിൽ വളരെ മനോഹരമായി മീര കാണപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ അകത്തൊന്നും ഇട്ടിട്ടില്ല എന്ന് മനുവിന് മനസ്സിലായി. അവളുടെ ശരീരത്തിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ വെളുത്ത ഗൗൺ, മീരയുടെ ആകാരവടിവും ശരീരഭംഗിയും വിളിച്ചോതി. എത്ര നാളായി പെണ്ണെ നിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടാൻ ഞാൻ കൊതിച്ചു കൊതിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ആവേശത്തോടെ മനു ഓടി വന്ന് അവളെ കെട്ടിപ്പുണർന്നു. നിന്നെപ്പോലെ ഞാനും കാത്തുകാത്തിരുന്നതല്ലേ മനു? കൊഞ്ചലോടെ പറഞ്ഞുകൊണ്ട് മീര അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ മൃദുലമായ മാരടങ്ങൾ നെഞ്ചിലമർന്നപ്പോൾ മനുവിന് എന്തെന്നില്ലാത്ത സുഖം അനുഭവപ്പെട്ടു. മീരയുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവൻ അവളുടെ അധരങ്ങൾ മെല്ലെ നുണയാൻ തുടങ്ങി. ആവേശത്തോടെ അവനെ ചുംബിച്ചുകൊണ്ടിരുന്നു. ദീർഘമായ ചുംബനത്തിനൊടുവിൽ അവർ ഇരുവരും അകന്നു. കിതച്ചുകൊണ്ട് മനു വീണ്ടും അവളിലേക്കടുത്തു. കാത്തുകാത്തിരുന്ന് കിട്ടിയ നിമിഷങ്ങളായതിനാൽ ഇതുവരെ അത് നന്നായി തന്നെ ആസ്വദിച്ചു. വളരെയധികം സമയമെടുത്താണ് മനു മീരയിലേക്ക് പടർന്നു കയറിയത്. ഓരോ തവണ അവൻ അവളിൽ ഉയർന്നു താഴുമ്പോൾ മീര സുഖത്തിൻ്റെ കൊടുമുടിയിൽ കയറി. അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടികൾ പിച്ചി വലിച്ചു. എല്ലാം കഴിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുമ്പോൾ മീര അവൻ്റെ കാതിൽ പറഞ്ഞു, സത്യത്തിൽ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ഭാര്യയെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഭർത്താവിനെ കൊണ്ടും ഒന്നിനും കൊള്ളില്ല. നീ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല മീര. എൻ്റെ ഭാര്യയേക്കാൾ എത്ര സുന്ദരിയാ നീ. എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞതോടെ സെക്സ് വിരോധിയായി. അല്ലെങ്കിലും ഇപ്പോൾ അവളെ കാണുമ്പോൾ എനിക്ക് വികാരമൊന്നും തോന്നാറില്ല. ഇടിഞ്ഞു തൂങ്ങിയ മാരടവും കല വന്ന വയറും കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നും. നിന്റെ ശരീരം പക്ഷേ കടഞ്ഞെടുത്ത വെണ്ണക്കൽ ശില്പം പോലെയാണ് മോളെ. എന്തായാലും വെളുത്തുരുണ്ട നിന്റെ ഈ മേനി ഉടച്ചെടുക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. മീര വീണ്ടും അവൻ്റെ കരലാളനങ്ങളിൽ തരളിതയായി കിടന്നു. മീരയുടെ ഭർത്താവിന് നൈറ്റ് ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ മനുവും മീരയും സംഗമിക്കുന്നത് പതിവായി. തങ്ങളുടെ പങ്കാളികളിൽ നിന്നും കിട്ടാത്ത ശാരീരിക സുഖം അവർ ഇരുവരും പങ്കുവച്ചു. ഇതൊന്നും അറിയാതെ പവിത്രൻ മീരയോടൊപ്പം സുഖമായി ജീവിക്കുമ്പോൾ തന്നെ ഭർത്താവ് തന്നെ വഞ്ചിക്കുന്നതറിയാതെ മനുവിൻ്റെ ഭാര്യ രേണുകയും തങ്ങളുടെ കുഞ്ഞിനോടൊപ്പം അവൻ്റെ കൂടെ സുഖമായി ജീവിച്ചു. എത്രയൊക്കെ സന്തുഷ്ടത പുറമേ പ്രകടിപ്പിച്ചാലും ഒരു ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവ് കൊടുക്കുകയും ഭർത്താവിന് വേണ്ടത് ഭാര്യ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് അവർ എപ്പോഴായാലും പോവുക തന്നെ ചെയ്യും. 100-ൽ 50% ആളുകളെങ്കിലും അങ്ങനെ പോയിരിക്കും. കാരണം ഇന്നത്തേക്ക് ആണിനും പെണ്ണിനും ശാരീരിക സുഖം അനുഭവിക്കാൻ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. പങ്കാളികൾ തങ്ങളുടെ പങ്കാളികളെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ ഉറപ്പായും അവർ ആ സന്തോഷം കിട്ടുന്നിടത്തേക്ക് പോവുക തന്നെ ചെയ്യും. എല്ലാവരും അങ്ങനെ പോയില്ലെങ്കിലും മിക്കവരും പോയിരിക്കും.
മീരയെയും മനുവിനെയും പോലെയുള്ള ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിക്കാതിരിക്കേണ്ടത് ഓരോ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കടമയാണ്. അതുകൊണ്ട് സ്വന്തം പങ്കാളികളുടെ ഇഷ്ടവും താല്പര്യവും അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.